കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വിനിയോഗിക്കാൻ പഠിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. നിങ്ങൾ ഇപ്പോഴേ ശീലിക്കേണ്ടത് അതാണ്. നമുക്ക് ഈ ഭഗവാൻ തന്നിരിക്കുന്ന ഈ സമയം ഇവിടെ ജീവിക്കുക എന്നുള്ള സമയം ഉത്തമമായ കാര്യങ്ങൾ ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് സജ്ജനങ്ങളായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഈ ഭാഗവതത്തിലേക്ക് കടക്കാം. വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളുമായിട്ടാണ് ഇതിനെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഭാഗവതത്തിന്റെ ഉദ്ദേശം? നമ്മളിലൊക്കെ ഭക്തി ഉണ്ടാകുക, കൃഷ്ണപ്രേമം, ഭഗവാനോടുള്ള പ്രേമം ഉണ്ടാകുക, ധർമ്മത്തിലൂടെ ചരിക്കുക, നമ്മളെയൊക്കെ നല്ല ആൾക്കാരായിട്ട് മാറ്റുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വേദമാകുന്ന എന്താ പറയുക, വേദമാകുന്ന ആ ഒരു പഴത്തിനെ അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു സാരം അതങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വേദവ്യാസൻ കഥാരൂപത്തിൽ എഴുതി തന്നതാണ് ഈ ഭാഗവതം. അപ്പൊ ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആദ്യം നമ്മൾ എല്ലാ കഥകൾ കേട്ടു. നിങ്ങൾ പല കുട്ടികളും വായിച്ചു, അതിന്റെ പ്രഭാഷണം പറഞ്ഞില്ലേ? പത്മപുരാണത്തിലാണ് ഈ മഹാത്മ്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് 6 അധ്യായങ്ങളാണ് നമ്മൾ മഹാത്മ്യമായിട്ട് പഠിച്ചത്. എങ്ങനെ നമുക്ക് ഭക്തി ഉണ്ടാക്കാം, അതാണ് മഹാത്മ്യം. ഇത്രയും പോയി എഴുതാൻ പിന്നെ പറയുന്നത്. പിന്നെ എന്താണ് അടുത്തത്? നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ എന്താ കണ്ടത്? പ്രഥമ അധ്യായം, പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ അധ്യായം, അതായത് കാൻഡോ 1. ഇംഗ്ലീഷ് അറിയാവുന്നത് കാൻഡോ 1 ചാപ്റ്റർ 1 അല്ലേ? അതല്ലേ അതിലെന്താണ് നമ്മൾ പഠിച്ചത്? എവിടെ നിന്നാണ് ഭാഗവതം വന്നത്? ആദ്യം ഭഗവാൻ സ്വീകരിക്കുന്ന ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷിയിൽ നിന്ന് വേദവ്യാസൻ, വേദവ്യാസനിൽ നിന്ന് ഈശ്വര മഹർഷി, ഈശ്വരൻ പറഞ്ഞു വരുന്നത് ആരാണ്? പരീക്ഷിക്കുന്നത്. നമ്മൾ ഇത്രയും കഥകൾ കേട്ടു. പരീക്ഷിത് എങ്ങനെയാണ് ഭാഗവതം കേട്ടാൽ ഇതൊക്കെ കേട്ടു. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ പരീക്ഷത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സൂതപുരാണത്തിൽ എല്ലാവരും സൂതവാദങ്ങളെ പഠിക്കാൻ തുടങ്ങിയോ? തുടങ്ങിയോ? ഈ വായിക്കുമ്പോഴാണ് സൂത ഉവാച എന്നാണ് എഴുതിയത്. അതായത് സൂതൻ പറയാൻ തുടങ്ങി. ആരോ ഈ സൂതൻ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ലോകകൃഷ്ണന്റെ പുത്രനായ ഉഗ്രശ്രവസ്. ഈ സൂതൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഇന്ന് പറയാം. സൂതൻ എന്ന് പറഞ്ഞാൽ പുരാണ കഥകൾ പറയുന്ന ഉത്തമം സൂതൻ. അപ്പൊ ഈ സൂതൻ ശ്രീശുക മഹർഷി പരീക്ഷത്തിന് ഭാഗവതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം ശ്രമിച്ചു. ആ സൂതനാണ് ഈ ശൗനകാദി മഹർഷികൾക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മളിപ്പോ വായിക്കുന്ന ഭാഗം. അപ്പൊ ശൗനകാദി മഹർഷികൾ കഴിഞ്ഞ അധ്യായം